ഈ വള്ളവും ഈ വെള്ളവും ഈ സ്ഥലവും എല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ്. എങ്ങനെയാണെന്നല്ലേ, കീർത്തിചക്ര എന്ന സിനിമയില്ല, അതിൻ്റെ അകത്ത് ഉദാസ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ തടാകത്തിലാണ്. ഇതാണ് ശ്രീനഗറിലുള്ള ഡാൽ ലേക്ക്. ഏറെക്കുറെ വലിയൊരു ലേക്ക് കേട്ടോ. മഞ്ഞുകാലത്ത് ഫുൾ ഐസാവും. ഐസ് ഉറഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ നടക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല. പക്ഷേ ഈ യാത്ര അടിപൊളി. ഈ വള്ളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വള്ളമാണ്. ഞങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. മറിയത്തൊന്നുമില്ല, എന്നാലും ചെറിയൊരു പേടിയുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു വള്ളമല്ല, ഒരു വെറൈറ്റി സാധനം. താഴ്ന്നുണ്ടോ സംശയമുണ്ട് സുഹൃത്തുക്കളെ. കളർ ചേഞ്ച്. കൂട്ടടി, അവിടെ കൂട്ടടി, ഇവിടെ കൂട്ടടി. ഇല്ല, പരത്തെറിയ വിളിക്കുന്നത്. लेक का नाम है गुलफाम लेक। हाँ, ये देखो सर, यहाँ से जाते हैं नेहरू पार्क, बड़ा डल लेक, ओल्ड सिटी मार्केट, मिशन कश्मीर, यहाँ से जाता है 9 पॉइंट के लिए। आप आया, ये देखो घूमने के लिए डल लेक में अगर बड़ा राउंड करना है फिर जाएगा। हाँ, मोड़ बनाओ भैया, देखो डल लेक, मेन डल लेक, उधर स्विमिंग बोर्ड भी देखेगा। हमारे में भी कुछ पॉइंट है ना, आपने बताया था ना। पहला पॉइंट गुलफाम लेक। गुलफाम लेक നിരവധി പുഴകളും തോടുകളുള്ള നമ്മളെ മാതിരി പറ്റിക്കാൻ നോക്കുന്നത്. അങ്ങനെ പല സാധനങ്ങൾ കാണിക്കാന്നൊക്കെ പറഞ്ഞു പോയി. മാതിരി ഫ്ലോട്ടിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെയൊക്കെ കണ്ടത്തിലും തോട്ടിലും ഒക്കെ പുല്ല് നിറഞ്ഞു നിൽക്കത്തില്ലേ, ഒഴുകിയൊക്കെ വരുന്ന പുല്ലുകൾ, അതൊക്കെ എമ്മാരുടെ ഫ്ലോട്ടിംഗ് ഗാർഡൻ. പക്ഷേ ഒരു രസമാണ് കേട്ടോ. ലേക്കിനകത്തോടെ ഒരു എന്നാ പറയുന്നത്, ഒരു ബോട്ട് റൈഡ്, രസമുള്ള യാത്രയാണ്. അത് പ്രത്യേകതരം ഒരു ബോട്ടുമാണിത്. പിന്നെ ഒരു പ്രത്യേക, ഈ ലേക്കിൻ്റെ നടുക്കൊക്കെ വീടുകളുണ്ട് കേട്ടോ. എല്ലാം വള്ളത്തേലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള വള്ളത്തേൽ വീടുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ പല പല സുനീർ കടകളെല്ലാം ഉണ്ട്. എല്ലാം ഈ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം പിടിക്കാൻ വേണ്ടി അവർ വെള്ളത്തിൽ വരെ കട ഉണ്ടാക്കി വെച്ചിരിക്കുക. അല്ല, 5 പേര്, 4 പേര് വന്നാൽ 3 പേരെ കയറ്റുള്ളൂ. അങ്ങനെയാ അത്. 2 ബോട്ട് പിടിക്കാൻ പറ്റും. എന്നിട്ട് ചുമ്മാ അവിടെ ഫ്ലോട്ടിംഗ് ഗാർഡൻ. കുങ്കുമപ്പൂ. അത് തമിഴ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന പോലെ തന്നെ കൂട്ടക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓരോ കടകളിൽ അവർക്ക് പരിചയമുള്ള കടകളിൽ കൊണ്ട് കയറ്റി സാധനം വാങ്ങിപ്പിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകും, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ടായിട്ട് ഗോൾഡൻ ലോട്ടസ്. വീഡിയോ എടുത്തപ്പോ വേറൊരാളായി മാറി അല്ലേ? വീഡിയോ എടുത്തപ്പോഴേ വേറൊരാളായി മാറി. വെള്ളത്തിലെ കാപ്പിക്ക് 50 രൂപ, നീട്ടുന്ന കാപ്പിക്ക് 50. അസ്സലാം പോയ ഞാൻ കണ്ടായിരുന്നു, റീൽസ് കണ്ടായിരുന്നു. എവിടെയോ കിടന്ന് ഇറങ്ങുന്നത്. എവിടെ എന്റെ വീഡിയോ ഒക്കെ കാണുന്നില്ല. ഇതാണ് ഗോൾഡൻ ലേക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഗോൾഡൻ ലേക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഫീല് ബാലരാമപുരം, തിരുവനന്തപുരം. ഗോൾഡൻ ലേക്ക് ബാലരാമപുരം. നമുക്ക് ജനുവരി വരാടാ, ജനുവരി. ഇവർ ഈ ഗോൾഡൻ ലേക്ക് എന്ന് പറയാൻ കാരണം വെച്ചാൽ കടകളുടെ ലൈറ്റും സൂര്യൻ്റെ ഒരു ചുമല നിറമൊക്കെ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ഈ വെള്ളത്തിൽ മൊത്തം ഒരു ചുമല നിറം വരും. അങ്ങനെ വരുന്നതിനാണ് ഇവർ ഗോൾഡൻ ലേക്ക് എന്നൊക്കെ പറയുന്നത്.
അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി ശ്രീനഗറിൽ റൂം എടുത്തിട്ടുണ്ട്. ഇന്ന് സ്റ്റേ ആണ്. നാളെ തൊട്ടാണ് ഞങ്ങളുടെ ബാക്കി യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ദേശിച്ച കിനാശേരി കിട്ടിയില്ല, നല്ല കലിപ്പില്ല.